ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നാളേക്ക് എണീച്ച് ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഒരിടത്തോട്ട് നാളൊക്കെ പോവുകയാണ് കേട്ട് ഗൈസ്. അപ്പം ഇത് നമ്മളാൾക്ക് ചെറുതായിട്ട് ഈ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ട് വരെ ഒന്ന് പോകണം കേട്ടോ ഗൈസ്. അപ്പം ഇന്ന് ഒരു ആ വീട്ടിൽ സ്റ്റേ ചെയ്യണം. അതാണ് ഗൈസ് ഇന്നത്തെ നമ്മളെ പരിപാടി. അപ്പോൾ ഗൈസ് ഇപ്പം രാവിലെ തന്നെ ഞാൻ ബുള്ളറ്റുകളൊക്കെ കഴുകിയതിന് ശേഷം രാവിലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് ആറ് ബുഗാട്ടിയിലേക്ക് നല്ല സ്പീഡിൽ പോകുന്നു. എവിടെയോ കണ്ടു പരിചയമുള്ള കാർ ഇടേ ജോൺ റെഡി ജോണ് ഗേറ്റ് ജോണാ ഗൾഫിൽ നിന്ന് വന്ന കേസ്. ഇവൻ ഓക്കെ ഇതിപ്പോൾ ഇവൻ ഗൾഫിൽ നിന്ന് ഇപ്പം വന്ന കേസ്. എൻ്റെ ഒരു കേസ് നമ്മളെ കണ്ടിട്ട് അവൻ നിർത്തുന്നില്ല. ചിലപ്പോൾ കാണത്തില്ല കേട്ടോ കേസ് വ്യക്തമായിട്ട്. എന്തായാലും അവൻ്റെ പേരൊക്കെ പോയി നോക്കാം. ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്ന കേസ്. ഇപ്പം എടാടാ ജോണേടാ കേസ്. പക്ഷേ നമ്മളിത് ഉദ്ദേശിച്ച ആളല്ല കേട്ടോ കേസ്. ഇപ്പോൾ ഇത് ജോണല്ലേ, നമുക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. അവൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഇവൻ്റെ നമ്പർ പ്ലേറ്റ് ഏകദേശം ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത് കേസ്. ഇപ്പോൾ ഇവിടെ എന്താണ് കേസ്, ഒരു ബുഗാട്ടി കാറൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത് കേസ്. ഇവിടെ എന്താ ഒരു ബുഗാട്ടി കാറ് കേസ്, ഇത് ബുഗാട്ടി അല്ലേ കേസ്. ഇപ്പോൾ രണ്ട് ബുഗാട്ടി കാർ ഇവിടെ വന്ന് കിടപ്പുണ്ടല്ലോ കേസ്. അപ്പം എന്താണ് സംഭവം? ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. ആരെങ്കിലും കണ്ടാൽ ചോദിക്കാമായിരുന്നു. ഇപ്പം ഇല്ല പോകുന്ന ചേച്ചിയുടെ നിന്ന് പോയി ചോദിച്ചു നോക്കാം കേശപ്പം. നമുക്ക് പോകുന്ന ചേച്ചിയുടെ നിന്ന് ചോദിച്ചു നോക്കാം കേട്ടോ കേശപ്പം. ഓക്കെ, അപ്പോൾ ചേച്ചികളൊക്കെ അങ്ങ് നടന്നു പോകുന്നുണ്ട് നല്ല സ്പീഡിൽ. ചേച്ചി ഒന്ന് നിൽക്കി ഇവർക്കൊന്നും അറിഞ്ഞുകൂടുന്നു കേട്ടോ കേശപ്പം. ഞാൻ വിചാരിച്ച് ഇവർക്ക് അറിയാമെന്ന് കേസ്. ഇവിടെ ആരെ കണ്ടുപിടിക്കാം കേശപ്പം. ഇതെന്താ പ്രോഗ്രാം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ കേസ്. ഇപ്പം ഇതിനകത്തോട്ട് വലിഞ്ഞൊന്നും കയറണ്ട. ചിലപ്പോൾ ഇതിൻ്റെ പോലീസിൻ്റെ വല്ല പ്രൊട്ടക്റ്റിൻ്റെ പരിപാടിയാണെങ്കിൽ നമുക്ക് നല്ല മുട്ടും പണികളൊക്കെ കിട്ടാം കേസ്. അതിപ്പോൾ പറയും പോലെ കേസ്. ഇപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം കേട്ടോ കേസ്. അപ്പം ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, പോലീസ് സ്റ്റേഷൻ അവരെല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയെല്ലാം ആയിരുന്നാലോ. എന്താ ജോണിൻ്റെ കണക്കത്തെ വണ്ടി ഇല്ലടാ വീണ്ടും പോകുന്നത്. അപ്പം ഗൾഫിൽ നിന്ന് ഒന്നതിന് ചെയ്താലൊക്കെ ഒരു വണ്ടി എടുത്തായിരുന്നു. എൻ്റെ പൊന്നു മോനെ യെസ്. എന്തായാലും നമ്മൾ കാണിക്കാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പോലീസ് സ്റ്റേഷനിലോട്ട് കാണിക്കാൻ വന്ന് ചോദിക്കാം കേട്ടോ കേസ്. അപ്പം ഇവിടെ നിർത്താൻ വണ്ടി വയ്ക്കാം. ഓക്കെ കേസ്. അപ്പോൾ ഓക്കെ സാറേ ഇല്ല, എയർപോർട്ടിലോട്ട് കാളിക്കൊരു വണ്ടി കാളിക്ക് കിടപ്പുണ്ടല്ലോ, അതെന്തിനുള്ളതാണ്? ഓക്കെ സാറേ. ഓക്കെ, അകത്ത് കയറി ചോദിക്കാം. ഓക്കെ സാറേ ഇല്ല, എയർപോർട്ടിലോട്ട് കാളൊക്കെ രണ്ട് ബുഗാട്ടി കാറുകൾ വന്ന് കിടപ്പുണ്ട്, അതെന്തിനുള്ളതാണ്? ഓക്കെ സാറേ. പൊയ്ക്കൂടെ? ഓക്കെ ഗൈസ്. ഇപ്പം നമ്മുടെ പോളിലുള്ള ലോക്കൽ ആൾക്കാർ അവിടെ പൊയ്ക്കൂടാ. അവിടെ ഒരു ഓട്ടോ ഷോയും കാലൊക്കെ നടക്കുകയാണ്. നമ്മളെ കണക്കുള്ള പാവപ്പെട്ടവരൊന്നും അവിടെ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. മിനിമം ഒരു റോൾസും കൂടെ വേണം കേട്ടോ ഗൈസ്. മിനിമം ഒരു വലിയ ലക്ഷറി കാറിലേക്ക് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ ഒരു മട്ടിലുകളിലൊക്കെ പോവുകയാണെങ്കിൽ കയറ്റത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഈ പോലീസിൻ്റെ പ്രൊട്ടക്റ്റിലാണ് ആ ഒരു എയർപോർട്ട് ഇപ്പം ഫുള്ള്. അപ്പോൾ നമ്മളവിടെ കയറുകയാണെങ്കിൽ തന്നെ അവരിപ്പോൾ ഓടി വരും അപ്പം. നമ്മുടെ അടുത്താണോടാ കളി, ഞാൻ ആരാണെന്ന് ഉമ്മാരിക്ക് അറിഞ്ഞൂടല്ലോ. അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. എന്തായാലും നമുക്കാണെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. ഇപ്പോൾ നമ്മളതിൽ ഉള്ളൊരു കാര്യമുണ്ട് കേട്ടോ. എൻ്റെ മോനെ കേസ്. നമുക്ക് നൈസിനാകുമ്പം പോലീസ് സ്റ്റേഷൻ തകർക്കണം കേട്ടോ കേസ്. അപ്പോൾ ബുള്ളറ്റ് ഇട് കേസ്. അപ്പം നമുക്ക് നൈസിന് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറണം കേട്ടോ കേസ്. വല്ല അടവും പറഞ്ഞ് അതിനകത്ത് കയറിയേ പറ്റത്തുള്ളൂ. ഓക്കെ കേസ്. അപ്പം ആരും കാണാതില്ലെങ്കിൽ കയറണം. പോലീസ് സ്റ്റേഷനിലെ പോലീസും എല്ലാവരും അങ്ങ് തകരുന്ന രീതി നമ്മൾ ചെയ്യണം. അപ്പോൾ ഓക്കെ ഇപ്പം നമുക്ക് പറയാം ഇവിടെ ക്ലീനാക്കാൻ വന്നവരാണെന്ന് പറയാം. ഇവിടെ ക്ലീനാക്കാൻ ഈ ഒരു ദിവസം എല്ലാവരും വിളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ പരസ്യം കൊണ്ട് വന്നതാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതിപ്പം ഈ ഒരു വേഷം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇവർ വലുതായിട്ട് ശ്രദ്ധിക്കത്തൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറേ ഇവിടെ തൂക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ സാറേ, ഞാൻ പോയി തൂത്തോട്ടെ? ഓക്കെ സാറേ. ഓക്കെ ഇതിപ്പോൾ ഇവർ തൂക്കാൻ വേണ്ടി മേളിലോട്ട് കാണുക പറഞ്ഞ് വിട്ടിട്ടുണ്ട്. എന്താണ് കേട്ടപ്പോൾ നമ്മുടെ പ്ലാനെന്ന് വെച്ചാൽ, നമ്മളെ സ്റ്റിക്കി ബോംബ് ഉണ്ടല്ലോടാ, സ്റ്റിക്കി ബോംബ് നൈസിന് ഇവിടേക്ക് ഒന്ന് എറിഞ്ഞ് ഓക്കെ ആക്കാം. അതുപോലെ തന്നെ നമ്മളെ ഗ്യാസ് മാമിനെ ഒന്ന് വിളിക്കേണ്ടി ചിലപ്പോൾ ആവശ്യം വരും കേസ്. അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷൻ മുഴുവൻ നമ്മൾ തകർക്കും. ഓക്കെ കേസ്. അപ്പം
പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റത്തോളം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവിടെയൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നതായിട്ട് അഭിനയിച്ച് നമുക്ക് അവിടേക്ക് ഒരെണ്ണം വെക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്, ആരും കണ്ടോ ഓക്കെ രണ്ടാമത്തെ ചെയർ ഓക്കെ 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 ഗൈസ്. അപ്പോൾ അടുത്ത ചെയർ ആരും കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സാറേ ഞാൻ പോട്ടെ സാറേ ഗൈസ്. അപ്പം ഇതിനകത്ത് ഒരാളിരിപ്പുണ്ട്, അയാൾക്ക് കിട്ടിയില്ലെന്ന് പറയണ്ട. ഇതിപ്പം നമുക്ക് ഇതിനകത്തായിരിക്കും കൊടുക്കണം. ഓക്കെ ഗൈസ്, ആരും കണ്ടതുമില്ല മോനെ. സാറന്മാരൊന്നും കണ്ടില്ല. സാറേ ബാഗ് ഇങ്ങനെ പോയി തുടങ്ങുകയാണ് ഗൈസ്. അപ്പം ഇനി ബാക്കിൽ ചെന്നിട്ട് ഇച്ചിരി പരിപാടികളുണ്ട്. ഇവിടെ ഇച്ചിരി സ്റ്റിക്കി പോകുമ്പോൾ നല്ല അടിച്ച് വാരി അങ്ങ് വെച്ചേക്കാം. ചിലപ്പോൾ അകത്തുള്ളത് പൊട്ടിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് പൊട്ടിക്കോളും. ഇത് രാത്രി പൊട്ടാൻ കാണാൻ നല്ല അടിപൊളി രസമായിരിക്കും. എന്തായാലും ഞാനും കാളിക്ക നല്ല രീതിക്ക് ഈ ബോംബ് കാളിക്ക ഇവിടെ ഫിക്സ് ആക്കുന്നു. ഓക്കെ സാർ എന്താണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? ഓക്കെ സാറേ ഞാൻ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ശമ്പളമൊന്നും എനിക്ക് വേണ്ട ഗൈസ്. അപ്പോൾ ഈ ഒരു പോലീസ് കൺട്രോളിൻ്റെ ഈ ഒരു ഇതിലല്ലേ കേട്ടോ ഗൈസ്. അപ്പോൾ ആ ഒരു എയർപോർട്ട്, അപ്പോൾ ഈ പോലീസിൻ്റെ മാരൊക്കെ തീർക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പം വരത്തില്ലെന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ പോലീസ് സ്റ്റേഷൻ നൈസിന് ഞാൻ സ്റ്റിക്കി ബോംബ് വെച്ചിട്ടുണ്ട്. ആരും കാണാത്ത രീതിയിൽ ഞാൻ തുണി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഓക്കെ ഗൈസ് ഓക്കെ. നമുക്ക് നാളേക്ക് നമ്മളെ വീട്ടിൻ്റെ മേളിൽ പോയതിന് ശേഷം പൊട്ടിക്കാം. അതാകുമ്പം നമുക്ക് സേഫായിരിക്കും, നമ്മളതെന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബുഗാട്ടി ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ നാളേക്ക് ആ ബുഗാട്ടി എടുത്തുകൊണ്ട് പോയി വിൽക്കണം. അപ്പം നമുക്ക് പെട്ടെന്നോട്ട് ഗൈസ്. അപ്പം നമുക്ക് സമയമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഓക്കെ ഗൈസ്. അപ്പം പോലീസ് സ്റ്റേഷൻ കത്തുകയാണ്. എൻ്റെ മോനെ നല്ല അടിപൊളി ബ്ലാസ്റ്റിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട് നമ്മളെ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, നമുക്ക് നാളൊക്കെ നൈസിന് ഇവിടെ നിന്ന് വേഷം മാറാം. മുട്ടത്തല ടാറ്റുള്ള ഇത് എൻ്റെ മോനെ. ഓക്കെ, നമുക്ക് മുടി വെക്കാം, മാസ്ക് വെക്കാം. ഓക്കെ, ബാഗൊന്നും വേണ്ട. ഇതാണ് കേട്ടോ ഗൈസ്. ഇപ്പം നമ്മളെ ന്യൂ ലുക്ക് കൊള്ളാവും ഗൈസ്. അപ്പം ഓക്കെയാണ് എൻ്റെ മോനെ ഗൈസ്. നമ്മൾ പോലീസ് സ്റ്റേഷൻ തകർത്ത് അങ്ങനെ നമ്മളാ ഒരു ബുഗാട്ടി കാറിന് വേണ്ടി നമ്മൾ സാധാരണ ആളിനെ കണക്ക് നമ്മളെ വീട്ടിൽ ഇറങ്ങി വരികയാണ്. നമ്മളൊന്നും അറിയാത്ത കണക്കാണ്. ആ പോലീസ് സ്റ്റേഷൻ്റെ കൺട്രോൾ ആയതുകൊണ്ട് മാത്രമാണ് കേസ്. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ മാത്രമേ തകർത്തത്. ഇനി പോലീസുകാരന്മാരെ പോയി നോക്കിയേക്കാം ജസ്റ്റ്, അല്ലാതെ ചത്തോന്നു എൻ്റെ പൊന്നു കേസ്. അപ്പം കാവൽക്കാരന്മാരത് ഫുള്ള് ഡമ്മിയാണ് കേട്ടോ കേസ്. അപ്പോൾ അതൊരു ഫുള്ള് ഈ റോബോട്ടിൻ്റെ കണക്കാണ്, അല്ലാതെ അവന്മാർ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കേസ്. ഇപ്പം ഇവന്മാർ പ്രശ്നമൊന്നുമില്ല, അകത്തുള്ളവന്മാരാണ് പ്രശ്നം. ഇത് ഈ റോബോട്ട് പോലത്തെ എന്താണ്ടൊക്കെയാണെന്നാണ് ഇവിടുത്തുള്ളവർ പറയുന്നത്. അപ്പം കേസ്, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കേസ്, അങ്ങനെ ഈ ഒരു 2 കാർ നമുക്ക് സ്വന്തമാടാ മോനെ. അടിപൊളി കാറുകളാണ്. എന്തായാലും ഇത് ആരും കാണുന്നതിന് മുമ്പ് എല്ലാം എടുത്തുകൊണ്ട് വിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.